നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇതൊക്കെ എങ്ങനെ പറയുമെന്ന് നോക്കാം. നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എങ്ങനെയാണ് പറയുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് അവൻ പോകുകയാണ് അല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയും? വഹ് ജാ രഹാ ഹേ, രഹാ ഹേ, രഹി ഹേ, രഹേ ഹേ അത് ചേർത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിന് വഹ് ജാ രഹാ ഥ, പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് ജാ രഹാ ഹേ എന്നാണ് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ കാര്യം പറയുന്നു, പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നതിന് ജാ രഹാ ഥ എന്ന് പറയണം. അവൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ കളിക്കുകയായിരുന്നു. വഹ് ഖേൽ രഹി ഥി, വഹ് അവൾ എന്നുള്ളതായതുകൊണ്ടാണ് രഹി ഥി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമായതുകൊണ്ട്. അവൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വഹ് ഖേൽ രഹി ഥി. അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേ ഖേൽ രഹേ ഥേ, അവർ പുല്ലിംഗം ബഹുവചനമായതുകൊണ്ടാണ് രഹേ ഥേ എന്ന് പറഞ്ഞത്. ഇനി സ്ത്രീലിംഗം ബഹുവചനമാണെങ്കിൽ രഹി ഥി എന്ന് പറയും. കുട്ടികൾ നൃത്തം കളിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഡാൻസ് കളിക്കുകയായിരുന്നു. കുട്ടികൾ എന്നുള്ളതിന് ബെച്ച്, നൃത്തം ചെയ്യുക എന്നുള്ളതിന് നാച്ചിന എന്നാണ് നൃത്തം ചെയ്യുക. നാച്ച് രഹേ ഥേ എന്ന് പറഞ്ഞാൽ കളിക്കുകയായിരുന്നു. ബെച്ച് നാച്ച് രഹേ ഥേ. നെക്സ്റ്റ്, അവൻ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ വണ്ടി ഓടിക്കുകയായിരുന്നു. വഹ് ഗാഡി ചലാ രഹാ ഥ, ഓടിക്കുക എന്നുള്ളതിന് ചലാന. വഹ് ഗാഡി ചലാ രഹാ ഥ. അവർ വഴക്കുണ്ടാക്കുകയായിരുന്നു. വേ വഴക്കുണ്ടാക്കുക എന്നുള്ളതിന് ജഗടാ കർണ, വഴക്കുണ്ടാക്കുകയായിരുന്നു എന്ന് പറയാൻ ജഗടാ കർ രഹേ ഥേ. അവർ വഴക്കുണ്ടാക്കുകയായിരുന്നു. വേ ജഗടാ കർ രഹേ ഥേ. അത് സ്ത്രീലിംഗം ബഹുവചനമാണെങ്കിൽ രഹി ഥി എന്ന് പറയും. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ കഴിക്കുകയായിരുന്നു. ഹംലോ ഖാ രഹേ ഥേ, കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹംലോ ഖാ രഹേ ഥേ. അത് സ്ത്രീലിംഗമാണെങ്കിൽ ഖാ രഹി ഥി എന്നും പറയാം. പട്ടികൾ കുരയ്ക്കുകയായിരുന്നു. പട്ടികൾ എന്നുള്ളതിന് കുത്തെ, കുരയ്ക്കുക എന്നുള്ളതിന് ഭോക്ന്. കുരയ്ക്കുകയായിരുന്നു. ഭോക് രഹേ ഥേ. കുത്തെ ഭോക് രഹേ ഥേ. അവൾ തുണി നനയ്ക്കുകയായിരുന്നു. വഹ് കപ്പട ധോ രഹി ഥി. വഹ് എന്ന് പറഞ്ഞാൽ അവൾ, കപ്പട തുണി, ധോ രഹി ഥി നനയ്ക്കുകയായിരുന്നു. ധോന എന്ന് പറഞ്ഞാൽ നനയ്ക്കുക, ധോ രഹി ഥി എന്ന് പറഞ്ഞാൽ നനയ്ക്കുകയായിരുന്നു. അവൾ തുണി നനയ്ക്കുകയായിരുന്നു. വഹ് കപ്പട ധോ രഹി ഥി. മഴ പെയ്യുകയായിരുന്നു അല്ലെങ്കിൽ പെയ്യുന്നുണ്ടായിരുന്നു. ബാരിഷ്, മഴ എന്നുള്ളതിന് ബാരിഷ്. ബാരിഷ് ഹോ രഹാ ഥ, പെയ്യുകയായിരുന്നു അല്ലെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ബാരിഷ് ഹോ രഹാ ഥ. അവൻ അമ്പലത്തിൽ മണിയടിക്കുകയായിരുന്നു. വ മന്ദിർ മേ, അമ്പലത്തിൽ, ഘണ്ടി ബജാ രഹാ ഥ, മണിയടിക്കുകയായിരുന്നു. ഘണ്ടി ബജാന എന്ന് പറഞ്ഞാൽ മണിയടിക്കുക. ഘണ്ടി ബജാ രഹാ ഥ, മണിയടിക്കുകയായിരുന്നു. അവൻ അമ്പലത്തിൽ മണിയടിക്കുകയായിരുന്നു. വ മന്ദിർ മേ ഘണ്ടി ബജാ രഹാ ഥ. അവർ കുളത്തിൽ നീന്തുകയായിരുന്നു. അവർ എന്നുള്ളതിന് വേ, കുളത്തിൽ എന്നുള്ളതിന് താലാബുമേ, നീന്തുകയായിരുന്നു എന്നുള്ളതിന് തൈർ രഹേ ഥേ, തൈർന നീന്തുക, തൈർ രഹേ ഥേ നീന്തുകയായിരുന്നു. അവർ കുളത്തിൽ നീന്തുകയായിരുന്നു. വേ താലാബ് മേ തൈർ രഹേ ഥേ, നീന്തുകയായിരുന്നു. അത് സ്ത്രീലിംഗമായിട്ട് പറയണമെങ്കിൽ തൈർ രഹി ഥി എന്ന് പറയണം. അവർ മീൻ പിടിക്കുകയായിരുന്നു. വേ മച്ഛലി പകഡ് രഹേ ഥേ, പിടിക്കുക എന്നുള്ളതിന് പകഡ്ന, പകഡ് രഹേ ഥേ എന്ന് പറഞ്ഞാൽ പിടിക്കുകയായിരുന്നു. അവർ മീൻ പിടിക്കുകയായിരുന്നു. വേ മച്ഛലി പകഡ് രഹേ ഥേ. ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു. ഹംലോ സോ രഹേ ഥേ, സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, സോ രഹേ ഥേ എന്ന് പറഞ്ഞാൽ ഉറങ്ങുകയായിരുന്നു. ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു. ഹംലോ സോ രഹേ ഥേ. അവൾ ഒരുങ്ങുകയായിരുന്നു. വഹ് തയ്യാർ ഹോ രഹി ഥി, തയ്യാർ ഹോന എന്ന് പറഞ്ഞാൽ ഒരുങ്ങുക. അവൾ ഒരുങ്ങുകയായിരുന്നു എന്നുള്ളതിന് വഹ് തയ്യാർ ഹോ രഹി ഥി. നെക്സ്റ്റ്, അവൻ അവളെ അടിക്കുകയായിരുന്നു. അവൻ എന്നുള്ളതിന് വഹ്, അവളെ എന്നുള്ളതിന് ഉസ്കോ, അടിക്കുകയായിരുന്നു. മാർ രഹാ ഥ, വഹ് ഉസ്കോ മാർ രഹാ ഥ. നെക്സ്റ്റ്, അവൾ അടികൊള്ളുകയായിരുന്നു. അവൾ എന്നുള്ളതിന് വഹ്, അടി കൊള്ളുക എന്നുള്ളതിന് മാർ ഖാന, അടി കൊള്ളുക എന്ന് പറയും. അടി കൊള്ളുകയായിരുന്നു. മാർ ഖാ രഹി ഥി. അവൾ അടി കൊള്ളുകയായിരുന്നു. വഹ് മാർ ഖാ രഹി ഥി. അവൾ കരയുകയായിരുന്നു. വ രോ രഹി ഥി.
റോന എന്ന് പറഞ്ഞാൽ കരയുക. കരയുകയായിരുന്നു. റോ രഹി തി. റോ രഹി തി. അവൾ കരയുകയായിരുന്നു. നെക്സ്റ്റ് രക്ഷിക്കുകയായിരുന്നു. അതിന് ബച്ചാ രഹാത. ബച്ചാന എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക. ബച്ചാ രഹാത എന്ന് പറഞ്ഞാൽ രക്ഷിക്കുകയായിരുന്നു. ചാടുകയായിരുന്നു. കൂത് രഹാത. കൂതിന ചാടുക. കൂത് രഹാത ചാടുകയായിരുന്നു. ചിരിക്കുകയായിരുന്നു. ഹസ് രഹാത. ഹസ്ന എന്ന് പറഞ്ഞാൽ ചിരിക്കുക. ഇതെല്ലാം വെച്ച് നിങ്ങൾ സ്വയം സെൻറ്റൻസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും വീണ്ടും വീഡിയോ കേട്ട് ദിവസവും നന്നായി പ്രാക്ടീസ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഹിന്ദി സംസാരിക്കാൻ സാധിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.